സ്മാർട്ട് വിന്നറിന്റെ ക്ലാസുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, സ്മാർട്ട് വിന്നറിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിവിൽ പോലീസ് ഓഫീസറുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്തു നോക്കുന്നത്. ഏറെ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രാക്ടീസ് എന്ന രീതിയിൽ ഈ ചോദ്യങ്ങളെല്ലാം ഏതൊരു മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൂട്ട് ഓഫ് 0.07 ഇൻറ്റു 0.7 ഇൻറ്റു എ, ഈ റൂട്ട് ഇവിടം വരെയുണ്ട്, ഈസ് ഈക്വൽസ് 7 റൂട്ട് ബി. ഫൈൻഡ് എ ബൈ ബി. നമുക്ക് എ ബൈ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് എ ബൈ ബി. അപ്പൊ നോക്കുക, ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ടിനകത്താണ്, ഇവിടെ ബി എന്ന് പറയുന്നതും റൂട്ടിനകത്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ റൂട്ട് മാറ്റണം. ഈ റൂട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ LHSന്റെയും RHSന്റെയും സ്ക്വയർ എടുക്കണമെന്ന് അർത്ഥം. അപ്പൊ നമ്മളിവിടെ സ്ക്വയർ എടുക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ സ്ക്വയർ എടുക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഈ റൂട്ട് മാറ്റുക എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ വരും: 0.07 ഇൻറ്റു 0.7 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു, ഇവിടെ 7ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 വരും, ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി എന്ന് വരും. ഓക്കെ, നമുക്ക് കാണേണ്ടത് എ ബൈ ബി ആണ്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ഈ ബിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ബി ഇവിടെ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ 49 നിൽപ്പുണ്ട്. ഇനി ഞാൻ ഇവിടെ കിടക്കുന്ന ബാക്കിയുള്ളവകളെ, അതായത് 0.07നെയും 0.7നെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവ ഇവിടെ വന്നിട്ട് ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ഇങ്ങനെ വരും: 0.07 ഇൻറ്റു 0.7. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടി നിങ്ങൾ നോക്കുക, ഇവിടെ 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്, ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ടോട്ടൽ 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ 3 0 ഉള്ള 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പോൾ ഇങ്ങനെ വരുന്നു: 49 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 0.07 ഇൻറ്റു 0.7 ഇൻറ്റു 1000. വാല്യൂ ഒരു വ്യത്യാസമില്ല, രണ്ടിനെയും 1000 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി മുകളിൽ 49 ഇൻറ്റു 1000 തന്നെ വരും, താഴെ ഇങ്ങനെ വരും. ഇവിടെ 100നെ നമ്മൾ 0.07 ഇൻറ്റു ചെയ്താൽ അത് 7 ആയിട്ട് മാറും. 0.7നെ ബാക്കിയുള്ള 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 7 ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഡെസിമൽ പ്ലേസസ് മാറി. ഇത് നമുക്ക് ഈസി ആയിട്ട് വെട്ടിക്കുറയ്ക്കാം. ഇവിടെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് 7 7 49, അതും ഇതും കൂടി വെട്ടിക്കുറയ്ക്കാം. ബാക്കി പിന്നെ എന്ത് വരും? 1000 എന്ന നമ്മുടെ ആൻസർ വരും. അപ്പോൾ എ ബൈ ബി ഈക്വൽസ് 1000 ആയിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ സം ഓഫ് മണി ലെൻഡ് ഔട്ട് അറ്റ് SI സിമ്പിൾ ഇൻട്രസ്റ്റ് amounts to ₹720 after 2 years and to ₹1020 after a further period of 5 years. Find the sum. സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ വലുതാണെന്ന് മാത്രമേ ഉള്ളൂ. എ സം ഓഫ് മണി എത്രയാണെന്ന് നമുക്കറിയില്ല. ലെൻഡ് ഔട്ട് അറ്റ് SI സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുത്തത് amounts to 720. അപ്പോൾ 720 രൂപയാവുകയാണ്. 720 രൂപയാവും ആഫ്റ്റർ 2 ഇയേഴ്സ്, 2 വർഷത്തിന് ശേഷം. ഇനി അടുത്ത കേസ് പറയുന്നത് ഇതാണ്: 1020 ആ പൈസ 1020 ആവും ആഫ്റ്റർ എ ഫർദർ പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ അപ്പം എത്രയായി? 7 ഇയേഴ്സ് കഴിയുമ്പോൾ അത് 1020 ആവും. 2 വർഷം കഴിയുമ്പോൾ അത് 720 ആയി തീരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സം. സം കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇതെന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ആണ്. അതായത് പി എന്ന് പറയുന്ന പ്രിൻസിപ്പാൾ പ്ലസ്
ഇൻട്രസ്റ്റ് ഫോർ 2 years ആണ് 720. ശരിയല്ലേ? ഇനി 7 yearsന്റെ ഈ 1020 എന്ന് പറയുന്നത് അത് പി സെയിം തന്നെ, ഇൻട്രസ്റ്റ് ഫോർ 7 years ആയിരിക്കും. അതും കൂടെ കൂട്ടിയിട്ടാണ് 1020 നമുക്ക് കിട്ടുന്നത്. അപ്പൊ 2 വർഷത്തെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പാളും കൂട്ടി 720യും 7 years ഇൻട്രസ്റ്റും പ്രിൻസിപ്പാളും കൂട്ടി 1020 കിട്ടുന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന്, ഇതാണ് വലുത്, ഇതിൽ നിന്ന് നമ്മൾ ഇത് കുറയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി മൈനസ് പി പോയി 0. I7 മൈനസ് I2 നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഫോർ 7 - 2 5 years കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അത് തന്നെ ചെയ്യുന്നു. ഇവിടെ ഇപ്പം നമ്മൾ 1020 മൈനസ് 720 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫോർ 5 years ആയിരിക്കും. അപ്പൊ നമ്മൾ കുറയ്ക്കുന്നു, 1200 720 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 300 എന്ന് കിട്ടും. അപ്പൊ ഇൻട്രസ്റ്റ് ഫോർ 5 years എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 രൂപയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ 1 year എത്ര വരും? 300 ഡിവൈഡഡ് ബൈ 5. 5 വർഷത്തേക്കാണ് 300. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്കാണ് 300 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇത് വെട്ടി കുറയ്ക്കുമ്പോൾ 60 എന്ന് കിട്ടും. 65 ആണ് 300. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടി. ഇവിടെ നമ്മളോട് പറഞ്ഞ എത്രയാണ്? 2 വർഷമാണ്. അപ്പൊ അതായത് 2 വർഷത്തെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പാളും കൂട്ടിയാണ് 720. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഇത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 60 രൂപ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ 2 years എത്ര വരും? 60 + 60 120 രൂപയെന്ന് കിട്ടും. ഓക്കെ, ഈ 120 രൂപ ഈ 720യിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പാൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മുതൽ എത്രയാണ് എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പാൾ പി ഈക്വൽസ് 720 മൈനസ് 120 ആയിരിക്കും. ദാറ്റ് ഈക്വൽസ് 720 നിന്ന് 120 കുറച്ചാൽ 600 rupees എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറ്റ് വാട്ട് പെർസെൻറ്റേജ് അബവ് ദ CP മസ്റ്റ് എ ഷോപ്പ് കീപ്പർ മാർക്ക് ഹിസ് ഗുഡ്സ് so that he gained 20% even after giving a discount of 10% on the marked price. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ എടുക്കുക എക്സ് അല്ലെങ്കിൽ CP ആയിരിക്കട്ടെ നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് 20% ലാഭം കിട്ടണം, പക്ഷേ MRPയിൽ നിന്ന് 10% കുറച്ചതായിട്ട് കാണിക്കുകയും വേണം. അപ്പം നമ്മൾ എടുക്കുക എപ്പോഴും ലാഭം CP അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഉണ്ടാവുക. അപ്പം CP × 20% ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 120% എന്നർത്ഥം. അതാണ്. അപ്പം ഇതായിരിക്കും വിറ്റ വില. ഇറ്റ് ഈസ് ഈക്വൽസ്. ഇനി MRPയുടെ കേസ് ഞാനിവിടെ MRP തന്നെ എഴുതുന്നു. MRPയിൽ നിന്ന് 10% കുറച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ വിറ്റ വില എന്തായിരിക്കും? ഇവിടെ MRP × 90 ഡിവൈഡഡ് ബൈ ഓർ 90% ആയിരിക്കും. MRPയുടെ 90%. ഇനി നമുക്ക് ഈ പെർസെൻറ്റേജ് മാറ്റി ഡിവൈഡഡ് ബൈ 120 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇവിടെ അപ്പോൾ എന്ത് വരും? 90 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അപ്പോൾ വെട്ടിക്കുറയ്ക്കാം. ഈ 100ഉം ഈ 100ഉം വെട്ടിക്കുറയ്ക്കാം. പിന്നെ ഈ ഒരു 10ഉം ഈ ഒരു 10ഉം കൂടെ വെട്ടിപ്പോവും. പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും CP × 12 ഈസ് ഈക്വൽ ടു MRP × 9 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 9 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. കാരണം CPയുടെ എത്രയാണ് MRP എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ CP × 12 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു MRP ആയിരിക്കും. ഇനി ഇത് നോക്കുക, ഇതാണ് 12/9. അപ്പോൾ ഇതിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കുക. 12/9 പെർസെൻറ്റേജ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 കൊണ്ട് ചുമ്മാ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് 100 കുറച്ച് കളഞ്ഞാൽ CPയുടെ എത്ര പെർസെൻറ്റ് കൂട്ടിയാണ് MRP ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ വെട്ടിക്കുറയ്ക്കാണ്ട് വെട്ടിക്കുറയ്ക്കുക 3 9 3 4 12. ഓക്കെ, ഇനി വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ല. ഇനി 400 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 4ൽ 3 ഒരു പ്രാവശ്യം 10 കിട്ടി. 3 9 വീണ്ടും 10 കിട്ടി. 3 9 ബാക്കി ഒരു 1 റിമൈൻഡർ വന്നു. നമ്മളിങ്ങനെ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് 100 ഗണം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആൻസർ കിട്ടി. CPയുടെ 133 and 1/3% ആണ് MRP. അഥവാ CPയേക്കാൾ
133 and 1/3 -100 ഇത്രയും കൂട്ടിയാണ് MRP ഇട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ആൻസർ എത്ര കിട്ടും? 33 and 1/3% എന്ന് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. There are 50 students in a class. Out of them, weighing 50 kg goes away and a new student joins. By this, the average weight increases by half kg. Find the weight of the new student. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ പുറത്ത് പോയിട്ട് ഒരാൾ തിരിച്ചു വന്നു. പുറത്ത് പോയ ആളുടെ വെയിറ്റ് 50 kg ആയിരുന്നു. അപ്പോൾ ഇത് n = 50. പുറത്ത് പോയ ആളുടെ വെയിറ്റ് 50 kg ആയിരുന്നു. പുതിയ സ്റ്റുഡൻറ് വന്നപ്പോൾ ഹാഫ് kg കണ്ട് ഓരോരുത്തരുടെയും വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് എത്ര വരും? ഇത് വളരെ സിമ്പിളാണ്. ഒരു ഫോർമുലയും നമുക്കിതിന് വേണ്ട. ന്യൂ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായാലും 50 kg ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പുറത്തു പോയ സ്റ്റുഡൻറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ ഹാഫ് kg കണ്ട് വർദ്ധിച്ചത്. അപ്പോൾ 50+ ആണ് അയാളുടെ വെയിറ്റ്. ഇനി ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 50 പേര്. ഈ 50 പേരുടെയും ഹാഫ് kg കണ്ട് വർദ്ധിച്ചില്ലേ? അപ്പോൾ 50 × ½. ഇപ്പോൾ ഇയാളുടെ വെയിറ്റ് എത്ര വരും? 50 + 50 × ½ എന്ന് പറഞ്ഞാൽ എത്ര വരും? 25 വരും. അപ്പോൾ അയാളുടെ വെയിറ്റ് എത്ര വരും? 75 കിലോ ആയിരിക്കും പുതുതായിട്ട് വന്ന സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വെയിറ്റ്, ആവറേജ് വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉറപ്പാണ് പുറത്തു പോയ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റിനേക്കാൾ കൂടുതലായിരിക്കും അകത്തേക്ക് വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ്. അത് 50 കിലോയാണ്. പ്ലസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 ഇൻറ്റു ഇൻക്രീസ് എന്ന് പറയുന്ന 1/2. സോ 50 × 1/2 ആയിരിക്കും അയാളുടെ എക്സ്ട്രാ വെയിറ്റ്. അപ്പോൾ അതായത് 50 + 25 75 kg എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A wheel makes 4000 revolutions in covering 88 kilometer. What is the radius of the wheel? അപ്പോൾ ഒരു വീൽ അതാകെ 4000 റവല്യൂഷൻസ് നടത്തും 88 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ വീൽ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഇത് എത്ര ദൂരം, ഒരു വീൽ എത്ര ദൂരം കറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പെരിമീറ്റർ അഥവാ സർക്കംഫറൻസ് ആണ് ആ വീൽ കറങ്ങുന്ന ദൂരം. അപ്പോൾ 2πr ആണ് ഒരു വീലിൻ്റെ അല്ലെങ്കിൽ ഒരു ചക്രത്തിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര റവല്യൂഷൻസ് അത് നടത്തിയെന്നാണ് നമ്മളോട് പറഞ്ഞത്? 4000 റവല്യൂഷൻസ് അത് നടത്തി. 4000 റവല്യൂഷൻസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്? 88 കിലോമീറ്റർ. നമ്മളിവിടെ 88 കിലോമീറ്റർ എന്ന് എഴുതുന്നു. ഓക്കെ, 88 കിലോമീറ്റർ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇത് കിലോമീറ്റർ ആണ്. അപ്പം നമ്മൾ ഇതിനെ മീറ്ററിലോട്ട് മാറ്റണം. എന്നാലും നമുക്കിവിടെ 6 കണ്ടുപിടിക്കാൻ എളുപ്പമാവുകയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ 1000 കൊണ്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഞാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പം മീറ്റർ വന്നു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ 2 × π × r × 4000. നമുക്കിവിടെ പൈക്ക് വില കൊടുക്കാം. 2 × പൈയുടെ വില 22/7 × r × 4000. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്ന വെട്ടിക്കുറയ്ക്കാം. ഈ 3 0 ഈ 1000 കൂടി അങ്ങ് പോകും. പിന്നെ ഈ 4 ഇതുമായിട്ട് വെട്ടിക്കുറയ്ക്കാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 22 കിട്ടും. ഇനി നമുക്ക് ഇവിടെയുള്ളത്, ഇനി നമുക്ക് ഈ 22 വെട്ടിക്കളയാം. ഇനി നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 6 ഒഴിച്ച് ബാക്കി, നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 ഒഴിച്ച് ബാക്കിയുള്ളതിനെ എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ r ഈക്വൽസ് എന്ത് കിട്ടും? ഇവിടെ ഒന്നുമില്ല, 1 നിൽപ്പുണ്ട്. ഈ 7 മുകളിലേക്ക് വരും. ഈ 2 ഈ 2 ഇതിന് താഴേക്ക് വരും. ഇപ്പോൾ നമുക്ക് കിട്ടും 7/2 എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ ആണ് ഈ വീലിൻ്റെ റേഡിയസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. "30 men can repair a road in 18 days.
They are joined by 6 more workers. Now the road can be repaired in how many days? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 30 men can repair a road in 18 days. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നു? മാൻ ഡേ ഓർ മെൻ ഡേയ്സ് എടുക്കുന്നു. മെൻ ഡേയ്സ്. ഓക്കെ. അപ്പോൾ ഈ മെൻ ഡേയ്സ് ആയിരിക്കും ടോട്ടൽ വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 30 men into 18 days. അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക്. അപ്പോൾ ഈ ടോട്ടൽ വർക്കിനെ നമ്മൾ നമ്പർ ഓഫ് മെന്നു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ഈ ടോട്ടൽ മെൻ ഡേയ്സിനെ നമ്മൾ വേറെ ഏതെങ്കിലും നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ മെന്നിന്റെ നമ്പർ കിട്ടും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. 6 പേരും കൂടി ചേർന്നു. അപ്പോൾ എത്രയായിരുന്നു മെൻ ടോട്ടൽ? 30 ആയിരുന്നു. അപ്പോൾ ഇത് 36 ആയി തീർന്നു. മെന്നിന്റെ പുതിയ നമ്പർ 36 ആണ്. ഇനി ഹൗ മെനി ഡേയ്സ് ഈ വർക്ക് ചെയ്ത് തീരും എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് വെട്ടി കുറയ്ക്കാം. 18 2 36. ഇവിടെ വെട്ടുമ്പോൾ 15 വരും. ഇറ്റ് ഈസ് ഈക്വൽസ് 15 ഡേയ്സ് എന്ന് കിട്ടും. 15 ഡേയ്സ്. 15 ദിവസം കൊണ്ട് ഈ വർക്ക് 36 പേരുണ്ടെങ്കിൽ ചെയ്തു തീരും. അപ്പോൾ 15 ഡേയ്സ് എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഏജിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ബിറ്റ്വീൻ സുമിത്സ് ആൻഡ് പ്രകാശ് ഏജ് അറ്റ് പ്രസന്റ് ഈസ് 2:3. സുമിത് ഈസ് 6 years younger than പ്രകാശ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 6 years. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മിക്കവാറും മത്സര പരീക്ഷകൾ ആവർത്തിക്കുന്നതുമാണ്. ദ റേഷ്യോ ബിറ്റ്വീൻ സുമിത്സ് ആൻഡ് പ്രകാശ് ഏജ് അറ്റ് പ്രസന്റ് ഈസ് 2:3. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സുമിത്സ് ഏജ് ഈസ് 6 years. സുമിത് ഈസ് 6 years യങ്ങർ ദാൻ പ്രകാശ്. സുമിത് ആണ് പ്രകാശിനേക്കാൾ 6 years യങ്ങർ. അപ്പൊ ഇത് സുമിത് ഈസ് ടു പ്രകാശിന്റെ ഏജിന്റെ റേഷ്യോ ആണ്. അപ്പൊ ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 2x 3x എന്ന് എടുക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ. അപ്പൊ ഇവരുടെ ഏജിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട് 6 years. അപ്പൊ നമ്മൾ 3x മൈനസ് 2x എടുക്കുക. 3x മൈനസ് 2x ഈസ് ഈക്വൽ ടു 6 years. അപ്പൊ അങ്ങനെയാണെങ്കിൽ x എത്രയെന്ന് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി x കിട്ടിയത് കൊണ്ട് നമുക്ക് രണ്ടുപേരുടെയും വയസ്സ് അറിയാം, 2x ഉം 3x ഉം. അതായത് 2 × 6 12 ഉം 3 6 18. അപ്പൊ 12 ഉം 18 ഉം ആയിരിക്കും സുമിത്തിന്റെയും പ്രകാശിന്റെ ഏജ് എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 6 years. അപ്പൊ 6 വർഷത്തിന് ശേഷം 12 ഉം 6 ഉം 18 ആയിരിക്കും സുമിത്തിന്റെ ഏജ്. 18 ഉം 6 ഉം 24 ആയിരിക്കും പ്രകാശിന്റെ ഏജ്. അപ്പൊ ഇതിന്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 18 ഡിവൈഡഡ് ബൈ 24. നോക്കുക, 6 3 18, 6 കൊണ്ട് വെട്ടി കുറയ്ക്കാം. 6 4 24. നമുക്ക് റേഷ്യോ എന്ത് കിട്ടും? 3:4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ദി ആവറേജ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 15. ഫൈൻഡ് ദ സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ. അപ്പോൾ 4 നമ്പർ ഉണ്ട്. 4 ഈവൻ നമ്പറിന്റെ 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത് 15 എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്പേഴ്സ് 4 എന്നതിന് പകരം ഒരു ഓഡ് നമ്പർ ആയിരുന്നുവെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ ശരിക്കും 4 എന്ന് പറയുന്ന ഓഡല്ല, ഈവൻ ആയതുകൊണ്ട് മിഡിൽ ഇല്ല. 4ന് മിഡിൽ ഇല്ല. പക്ഷെ മിഡിൽ നമ്പേഴ്സ് ഉണ്ട്. ഈ 2 നമ്പേഴ്സ് ആയിരിക്കും മിഡിൽ നമ്പേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആവറേജ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിഡിൽ ആയിട്ടുള്ള 2 നമ്പർ കാണാൻ 15നോട് 1 കൂട്ടുക, 16 കിട്ടും. 15 1 കുറയ്ക്കുക, 14 കിട്ടും. അപ്പൊ ഇത് നമുക്ക് വേണ്ട, ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഇതായിരിക്കും 2 മിഡിൽ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ മറ്റു നമ്പർ കണ്ടുപിടിക്കാൻ പാടില്ല. ഇത് 18 ആയിരിക്കും, ഇത് 12 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ. സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ. അപ്പൊ ഇതാണ് ഹയസ്റ്റ് നമ്പർ. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ 16 ആയിരിക്കും. അപ്പോൾ 16 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം എ പ്ലേസ് അറ്റ് 6 AM. 6 AM ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു.
and arrives at another place B at 4:30 p.m. 4:30 p.m. ഇത് AM ആണ്. On the same day, if the speed of the train is 40 kmph, the speed of the train 40 kmph ആണെങ്കിൽ find the distance traveled by the train. Distance traveled by the train കണ്ടുപിടിക്കണം. Distance traveled by the train അല്ലെങ്കിൽ distance traveled എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is speed into time ആയിരിക്കും. Speed into time. ഇവിടെ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് it is 40 kmph into t ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. 6 AM സ്റ്റാർട്ട് ചെയ്തു 4:30 PM ജേർണി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിന് നമുക്ക് ചെയ്യാം. സാധാരണ ട്രെയിൻ ടൈംസ് പറയുന്നത് എങ്ങനെയാണ്? 10, 11, 12 കഴിഞ്ഞാൽ നമ്മൾ സാറിന് 1 പറയും. പക്ഷെ ട്രെയിൻ ടൈംസ് 12 കഴിഞ്ഞാൽ 13, 14 അങ്ങനെയാണ് പോകുന്നത്. അതായത് ഉച്ച കഴിഞ്ഞുള്ള സമയത്തോടുകൂടി 12 കൂട്ടിച്ചേർക്കുക. അപ്പം നമുക്ക് 16:30 എന്നിവിടെ കിട്ടും. ഇനി വളരെ സിമ്പിൾ 16:30 6 കുറയ്ക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 10:30 എന്ന് പറയും. അല്ലെങ്കിൽ 10.5 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. 10.5 hours. അപ്പം ഇത് നമ്മൾ ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് എത്ര കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ ട്രാവൽ ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇപ്പോൾ ഈ 10 ഞാനെടുത്ത് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ 4 ഇൻറ്റു 105 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഇൻഡ്യൂ ചെയ്യുക. 4 20 4 4 420 കിലോമീറ്റർ ആയിരിക്കും ട്രെയിൻ ഇത്ര ദൂരം ഇത്ര സമയം കൊണ്ട് 40 kmph ട്രാവൽ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The average of the first 20 multiples of 7 will be. Average of the first 20 multiples. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് പറയുന്നത് 7 ആയിരിക്കും. അടുത്തത് 14 വരും. അടുത്തത് 21 വരും. അങ്ങനെ പോയി ഫസ്റ്റ് 20. അപ്പോൾ നമ്മുടെ 20ാമത്തെ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 20 × 7 ആയിരിക്കും. അതായത് 140 വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതായത് ഇതെല്ലാം കൂട്ടുക, ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ടാവേ? 20 ഡിവൈഡ് ബൈ 20 ചെയ്യണം. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 7 പ്ലസ് 14 പ്ലസ് ഇവിടം വരെ പ്ലസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓൾ ഡിവൈഡഡ് ബൈ 20. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് നമുക്ക് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 7 നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നു. 7 വെളിയിലേക്ക് എടുത്ത് ഇവിടെ എത്ര വരും? 1 വരും. ഇവിടെ 2 വരും. അങ്ങനെ പോയി ഇവിടെയപ്പോൾ എന്ത് വരും? 20 വരും. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 20 നിൽപ്പുണ്ട്. ഇനി നമുക്കറിയാം n വരെയുള്ള സംഖ്യകളുടെ സം എത്രയാണ്? അതിനൊരു ഫോർമുലയുണ്ട്. n × n+1 ഓൾ ഡിവൈഡഡ് ബൈ 2. n വരെയുള്ള സംഖ്യകളുടെ തുക. ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 7 × ഇവിടെ ഈ 20 ഇവിടെ നിൽപ്പുണ്ട്. 7/20 ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഇൻറ്റു ഇനി 1 + 2 + up to 20 നമ്മൾ കാണുകയാണ്. അപ്പോൾ അതെന്ത് വരും? n എന്ന് പറഞ്ഞാൽ 20 വരും. ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ 21 ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ 20യും ഈ 20 ഇങ്ങനെ വെട്ടിപ്പോയി. ഇനി വെട്ടിപ്പോകാനൊന്നുമില്ല. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ 7 × 14 147 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുക. 7 ഇവിടെ എന്ത് വരും? 73.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 73.5 ആയിരിക്കും ആവറേജ് ഓഫ് ദ 20 മൾട്ടിപ്പിൾസ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷേ എപ്പോഴും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. എ 6 daysൽ ചെയ്തു തീർക്കുന്നു. ബി അതേ വർക്ക് 12 daysൽ ചെയ്തു തീർക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടി ഹൗ ലോങ് വുഡ് ബോത്ത് ഓഫ് ദം ടേക്ക് ടു ഡു ദ സെയിം വർക്ക്? 2 പേരും കൂടി എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കും? നമുക്കത് വളരെ സിമ്പിളായിട്ട് അറിയാം. എ x ഡേയ്സും ബി y ഡേയ്സും കൊണ്ട് ചെയ്യുന്നെങ്കിൽ അവർ ടുഗദർ XY ഡിവൈഡഡ് ബൈ x+y ഡേയ്സിൽ ചെയ്തു തീർക്കുമെന്ന് നമുക്കറിയാം. ഈ ഫോർമുല നമ്മൾ പഠിച്ചു നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. 6 × 12 ഡിവൈഡഡ് ബൈ 6 + 12 എന്ന് പറയുന്നത് 18 വരും. 6 × 3 18, 3 × 4 12. സോ അവർ ആൻസർ ഈസ് 4 days. വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ which when multiplied by 392 gives a perfect square. 392 ആണ് ഒരു നമ്പർ. ഈ നമ്പറിനെ ഏതോ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി നമ്പർ കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ഏത് നമ്പർ കൊണ്ടാണ് ഇൻറ്റു ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 392നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ആദ്യമേ ചെയ്യാം. അപ്പോൾ 3-നകത്ത് ഒരു പ്രാവശ്യം 19 കിട്ടി. 9×2 18, 12 കിട്ടി. അപ്പോൾ എത്ര കിട്ടും? 6×2 12, 196 കിട്ടി. ഇനി വീണ്ടും ചെയ്യുക. 2 കൊണ്ട് ചെയ്യാം. 9×2 18, 16 കിട്ടി. n2 16, 98. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 ചെയ്യുമ്പോൾ 49 കിട്ടും. ഇനി നമുക്ക് 7 കൊണ്ട് ചെയ്യാൻ പറ്റും. 7. അപ്പോൾ നിങ്ങൾ നോക്കുക, 392 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 × 2 × 7 × 7. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പെയർ ആയിട്ടുള്ളതിന് നിങ്ങൾ വരയ്ക്കുക ഇങ്ങനെ 2 × 2 7 × 7. പെയർ അല്ലാത്തത് 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 392നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. സോ അവർ ആൻസർ ഈസ് 2 ഹിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കബീർ ബൈസ് ആൻ ആർട്ടിക്കിൾ with 25% discount on its marked price. He makes a profit of 10% by selling it at 660 rupees. Find the marked price. അപ്പോൾ ഇതാണ് പറയുന്നത്, കബീർ ബൈസ് ആൻ ആർട്ടിക്കിൾ വിത്ത് 25% ഡിസ്കൗണ്ട് ഓൺ ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് നമുക്ക് MB എന്ന് വിചാരിക്കാം. 25% കുറച്ചാണ് അയാൾ വാങ്ങിച്ചത്. അതായത് MBയുടെ 75% ആയിരിക്കും കബീർ വാങ്ങിയ വില. ഇനി അടുത്ത സെന്റൻസ് പറയുന്നത്, ഹി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 10%. 10% പ്രോഫിറ്റ് അയാൾ ഉണ്ടാക്കുന്നു ബൈ സെല്ലിംഗ് ഇറ്റ് അറ്റ് 660 rupees. 660 രൂപയാണ്. 660 രൂപ സെല്ലിംഗ് പ്രൈസിൽ അയാൾ 10% ലാഭം ഉണ്ടാക്കി. ഫൈൻഡ് ദ മാർക്ക്ഡ് പ്രൈസ്. നമുക്ക് ഈ മാർക്ക്ഡ് പ്രൈസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇദ്ദേഹത്തിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ CP കണ്ടുപിടിക്കണം, അതായത് ഇയാളുടെ വാങ്ങിയ വില. അപ്പോൾ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു SP × 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് ഇങ്ങനെ കിട്ടും. SP എന്ന് പറഞ്ഞാൽ 660 × 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ എന്ത് കിട്ടും? 110 കിട്ടും. വെട്ടിക്കുറയ്ക്കാൻ ഈ 0 പോവും. 11 6 66. നമുക്ക് ആൻസർ അല്ല, നമുക്ക് CP കിട്ടും 600 എന്ന് കിട്ടും. അപ്പോൾ ഈ 600 രൂപയിലാണ് ആര് വാങ്ങിച്ചത്? കബീർ സാധനം വാങ്ങിച്ചത്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അത് MRPയുടെ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിന്റെ 25% കുറവാണ്, അഥവാ മാർക്കറ്റ് പ്രൈസിന്റെ 75% ആണ്. അപ്പോൾ നമുക്ക് ഈ 600 നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ MB × 75% വിച്ച് ഈസ് ഈക്വൽ ടു 600 എന്ന് കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നോക്കുക, ഈ 75% ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ MB ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 75%. 75% എന്ന് നമുക്കറിയാം 75 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇറ്റ് ഈസ് ഈക്വൽസ്, ഈ 100 നേരെ ഇങ്ങോട്ടേക്ക് വരും, ന്യൂമറേറ്ററിലോട്ട് വരും. അപ്പോൾ 600 × 100 ഡിവൈഡഡ് ബൈ 75 എന്ന് കിട്ടും. 25 3 പ്രാവശ്യം ഇതിനകത്തുണ്ട്, ഇതിനകത്ത് 4 പ്രാവശ്യമുണ്ട്. ഇനി ഇതുമായിട്ട് വെട്ടിക്കുറയ്ക്കാം. 600-ൽ 3 200 പ്രാവശ്യം ഉണ്ടാവും. 4 2 8 ഇൻറ്റു ചെയ്യാം, 800 എന്നതായിരിക്കും അയാളുടെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A does 20% less work. ഈ ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്, നമുക്ക് കാണുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നുന്നേ ഉള്ളൂ. A does 20% less work than B. B ചെയ്യുന്നതിനേക്കാൾ 20% കുറച്ച് A ചെയ്യുകയുള്ളൂ. If A can complete a piece of work in 7.5 hours, then B can do it in how many hours? ഇതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എ ഡസ് 20% ലെസ് വർക്ക് ദാൻ ബി. അപ്പം എയുടെ വർക്കിന്റെ അല്ലെങ്കിൽ എയുടെ കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത് ബിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ബിയുടെ കപ്പാസിറ്റി 100 ആണെന്ന് വിചാരിക്കുക. കാരണം പെർസെൻറ്റേജ് ആണല്ലോ, അപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ വർക്ക് എത്രയായിരിക്കും? 20% കുറവ്, അതായത് ഇതിനേക്കാൾ 20 കുറവ് 80 ആയിരിക്കും. അപ്പോൾ 80:100 ആയിരിക്കും A/Bയുടെ കപ്പാസിറ്റി. ഇത് കപ്പാസിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A/B = 80:100. നമുക്ക് വെട്ടി കുറയ്ക്കാം. ഈ 0 പോയി, പിന്നെ നമുക്ക് 8:10 എന്ന് കിട്ടും. വീണ്ടും വെട്ടി കുറയ്ക്കാം. 2 കൊണ്ട് വെട്ടി കുറച്ച് കഴിഞ്ഞാൽ 4:5 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ 2 പേരേ ഉള്ളൂ. കപ്പാസിറ്റിയും ടൈമും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒരാൾക്ക് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അയാൾ ലെസ് ടൈമിൽ വർക്ക് ചെയ്തു തീർക്കും, അയാൾക്ക് കുറച്ച് സമയം മതി. ഒരാൾക്ക് കപ്പാസിറ്റി കുറവാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഡേയ്സ് അല്ലെങ്കിൽ ടൈം A/B, എയും ബിയും തമ്മിലുള്ള അംശബന്ധം ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇതിന്റെ നേരെ ഇൻവേഴ്സ്ലി വരും. അതായത് നേരെ തിരിച്ചെഴുതുക 5:4. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 7.5 hours. എ 7.5 hours വർക്ക് ചെയ്തു തീർക്കുമെങ്കിൽ ബി എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് 7.5 hours കൊണ്ടുവരണം ഈ എയുടെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ എന്ത് വരും? 1 വരും. എളുപ്പത്തിനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 4നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരും, റേഷ്യോ വ്യത്യാസം വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 7.5 കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ഇനി 1നെ 7.5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു 1 × 7.5. അത് 7.5 തന്നെയായിരിക്കും. ഇറ്റ് ഈസ് ഇപ്പോൾ ഈസ് ടു ഇവിടെ 4/5 നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ 7.5 കൊണ്ട് ഇൻറ്റു ചെയ്തതുകൊണ്ട് 7 ഇങ്ങനെ കിടക്കട്ടെ. ഇവിടെ 7.5 കൊണ്ട് ഇൻറ്റു ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം? 7.5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ 7.5നെ വിഷമഭിന്നമാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 7 2 14 1 15 /2. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. സിംപ്ലിഫൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. 2 4 I 3 15. ഇപ്പോൾ എത്ര കിട്ടി? നമുക്ക് ഇവിടെ ആൻസർ അപ്പോൾ 6 എന്ന് കിട്ടും. അതായത് എ 7.5 hours കൊണ്ട് വർക്ക് ചെയ്ത് തീർത്തെങ്കിൽ ബി 6 hours കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പ്രാക്ടീസ് സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 289. ഒരു നമ്പറിനെ 289 കൊണ്ട് ഡിവിഷൻ നടത്തി. അങ്ങനെ ഡിവിഷൻ നടത്തിയപ്പോൾ ലീവ്സ് 18 ആസ് ദ റിമൈൻഡർ. റിമൈൻഡർ എത്രയായിരുന്നു? 18 ആയിരുന്നു. ഇനി അടുത്തത് പറയുന്നതാണ് ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ സെയിം നമ്പർ. ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്, എക്സ് എന്നിരിക്കട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. അതേ നമ്പറിനെ തന്നെ സെയിം. അപ്പോൾ ഇതാണ് ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ സെയിം നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 17. ഈ എക്സിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ് എന്ന ചോദ്യം. അപ്പോൾ നമുക്ക് ഈ നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഓർത്തോളുക. ആദ്യം പറഞ്ഞ നമ്പറിൻ്റെ ഒരു ഫാക്ടർ ആയിട്ടായിരിക്കും 17 അടുത്ത നമ്പർ തരിക. കാരണം 17 289 ആണ്. അല്ലെങ്കിൽ 17 × 3 51. അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറേ വരുള്ളൂ. ഈ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആദ്യം തന്ന നമ്പർ. അങ്ങനെ വരികയുള്ളൂ. അങ്ങനെ അല്ലാതെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ 289 എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 18 കിട്ടി. അത് കഴിഞ്ഞ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കേസ്, ഈ മുഴുവൻ കേസ് നമുക്ക് മാർക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. റിമൈൻഡർ 18 ആണ്. റിമൈൻഡർ 18 ആണെങ്കിൽ ഈ 18നെ രണ്ടാമത് ഡിവൈഡ് ചെയ്ത സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 / 7. നമ്മുടെ റിമൈൻഡർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ എത്ര റിമൈൻഡർ വരും? റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ഈ റിമൈൻഡർ 1 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു ഫ്രണ്ട്സ്.